ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സ്വരമോള് സരസ്വതി അമ്മയെ ഇടിക്കുകയാണ്. അപ്പോൾ സരസ്വതി അമ്മക്ക് ദേഷ്യം വന്നിട്ട് നിനക്ക് എന്താ കൊച്ചെ കണ്ണില്ലേ എന്ന് ചോദിക്കുകയാണ്. അല്ല, അമ്മമ്മയ്ക്ക് എന്താ കാഴ്ചയില്ലേ? കാഴ്ചയില്ലേന്നോ? അല്ല, എൻ്റെ മുഖത്ത് 2 കണ്ണുകൾ ഇരിക്കുന്നുണ്ട്, എന്നിട്ടും അമ്മമ്മ അത് കണ്ടില്ലല്ലോ. നീ എന്താ ധിക്കാരം എന്നോട് പറയുകയാണോ? ഓ, ഞാൻ ധിക്കാരൊന്നും പറഞ്ഞല്ല, സത്യാവസ്ഥ പറഞ്ഞല്ലേ. ഞാനൊരു ചെറിയ കുട്ടിയല്ലേ, എന്നിട്ട് പോലും എന്നോട് നല്ല രീതിയിൽ നിങ്ങൾ സംസാരിക്കുന്നില്ലല്ലോ. എൻ്റെ അമ്മമ്മയെയും നിങ്ങളെയും ഒരുമിച്ച് കെട്ടിയിടണം. നിങ്ങളുടെ മനസ്സിൽ മുഴുവൻ രണ്ടുപേരുടെ മനസ്സിൽ ദുഷ്ടതയാണ് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോഴേക്കും കൊച്ചേ, നീ കുഞ്ഞാണെങ്കിലും നിന്റെ നാവ് ഭയങ്കര വലുതാണല്ലോ. എവിടെ വലുത്? എൻ്റെ നാവ് അതേ കുഞ്ഞിതാന്നും പറഞ്ഞുകൊണ്ട് കൊച്ചു നാവ് അങ്ങോട്ട് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ സരസ്വതിയമ്മ മനസ്സിൽ ചിന്തിക്കുകയാണ്, ദൈവമേ, ഈ കൊച്ചിനോട് വായിട്ടിളക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നമാണല്ലോ. ദേ, എൻ്റെ മുന്നിൽ ഒരുപാട് ഷോയൊന്നും കാണിക്കാനായിട്ട് നിൽക്കരുത്. ഇനിയും വേണമെങ്കിൽ ഞാൻ വന്ന് ഇടിക്കും, കാണും ഇടിക്കണത് എന്നും പറഞ്ഞ് കൊച്ചാണെങ്കിൽ ഇടിക്കാനായിട്ട് ഒരുങ്ങിയാണ്. അപ്പോൾ സരസ്വതി അമ്മ പേടിച്ചിട്ട് അവിടെ നിന്ന് ഒറ്റ ഓട്ടം വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ സരസ്വതി അമ്മയുടെ ഓട്ടം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും കൊച്ചാണെങ്കിൽ ഭയങ്കരേറെ പൊട്ടിച്ചിരി. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അനിരുദ്ധ നേരെ വിശ്വത്തിനോട് വന്ന് ചോദിക്കണം, അച്ചാച്ചന് സുഖം തന്നെയല്ലേ? ഓ അനിരുദ്ധേ, നിനക്ക് എപ്പോഴെങ്കിലും ഞങ്ങളോട് സുഖമാണെന്ന് ചോദിക്കാനായിട്ട് തോന്നിയല്ലോ, അത് തന്നെ മഹാഭാഗ്യമാണ്. അച്ഛാ, നിങ്ങളോടൊക്കെ അന്വേഷണമൊക്കെ ചോദിക്കാൻ വേണ്ടിയാണല്ലോ ഞാനിവിടെ വരെ വന്നത്. പിന്നെ നിങ്ങളും എന്നെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാറുണ്ടായിരുന്നില്ലല്ലോ. എന്നെ എല്ലാവർക്കും ഭയങ്കര വെറുപ്പല്ലേ അനിരുദ്ധേ? അതൊക്കെ വെറും തോന്നലാണ്. നിന്നോട് ആർക്കും യാതൊരു വെറുപ്പുമില്ല. പിന്നെ പ്രേമയുടെ സ്വഭാവം നിനക്ക് പണ്ടേ അറിയാവുന്ന കാര്യമല്ലേ അനിരുദ്ധേ? അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കണ്ടല്ലോ. പക്ഷേ എൻ്റെ മോള് ഇതൊന്നും അറിയരുത് അച്ഛാ. കാരണം എൻ്റെ മോളെ തീരെ ഇഷ്ടമല്ലല്ലേ അമ്മയ്ക്ക്. അതെനിക്ക് മനസ്സിലായ കാര്യം തന്നെയാണ് അനിരുദ്ധേ. എന്ത് ചെയ്യാനാണ്, പ്രേമ ഇപ്പോഴും കൊച്ചിനെ ഒരു പേരക്കുട്ടിയായിട്ട് അംഗീകരിച്ചിട്ടില്ല. ഏതോ ഒരു അന്യ ആൾക്കാർ വന്ന് കൊണ്ടുവന്ന് കൊച്ചിനെ നിർത്തി നോക്കാൻ ഏൽപ്പിച്ചതുപോലെയാണ് അവളുടെ പെരുമാറ്റം. അവളെ തിരുത്താനൊന്നും പറ്റില്ല. അങ്ങനെ തന്നെയാണല്ലോ അനിരുദ്ധേ. നീയും ഇപ്പോൾ ഈ വീടിന് അന്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അങ്ങനെയാണല്ലോ നിങ്ങൾ രണ്ടുപേരുടെയും പെരുമാറ്റങ്ങൾ. പിന്നെ സ്വരമോളെ ഇത്രയും നാൾ ഞങ്ങൾ വളർത്തിയത് ഇതൊന്നും അറിയിക്കാതെയാണ്. ഇനി അവൾ എപ്പോഴെങ്കിലും അറിയോ ഇല്ലേന്ന് ഞങ്ങൾക്ക് അറിയാനും പാടില്ല. ഇത് കേട്ട അനിരുദ്ധാണെങ്കിൽ ദയവ് ചെയ്ത് ഡാഡി, ഈ കാര്യങ്ങളൊന്നും സ്വരമോളെ അറിയിക്കാനായിട്ട് നിൽക്കരുത്. പാവം, ആ കുട്ടിയെ അറിയിച്ചിട്ട് വെറുതെ എന്തിനാണ് വിഷമിപ്പിക്കുന്നത്? അവളുടെ മനസ്സിൽ ഈ അച്ഛനും അമ്മയും എപ്പോഴും ഒരുമിച്ച് ജീവിക്കുന്നു എന്നുള്ളൊരു ചിന്തയാണ് ആ കൊച്ചിൻ്റെ മനസ്സിൽ. അതങ്ങനെ തന്നെ ഉണ്ടായിക്കോട്ടെ, അതിൽ കൂടുതലൊന്നും പറയാനായിട്ട് നിൽക്കണ്ട ഡാഡി എന്ന് അനിരുദ്ധ് പറയുകയാണ്. അപ്പം അങ്ങനെയും പറഞ്ഞുകൊണ്ട് അനിരുദ്ധ് അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും വിശ്വത്തിന് കുറച്ച് സങ്കടമൊക്കെ തോന്നുന്നുണ്ട്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് സ്വരമോളാണെങ്കിൽ സുമിത്ര അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണല്ലോ. സുമിത്രയും അതേപോലെ തന്നെ സ്വരമോളെയും. അപ്പോൾ സ്വരമോളെ കാണാതിരുന്ന് കഴിഞ്ഞപ്പോഴേക്കും ദൈവമേ, കൊച്ചു വന്നില്ലേ, സ്വരമോളെ കാണുന്നില്ലല്ലോ. ഇനിയിപ്പോൾ അമ്മമ്മ കൊണ്ടുവന്നിട്ടുണ്ടാവില്ലേ? അമ്മമ്മ ഒരു മുഷ്കാണ്. അപ്പോൾ നമ്മുടെ പൂജ വന്നിട്ട്, എന്താ അമ്മ ആരെയാ നോക്കുന്നത്? അല്ല, സ്വരമോള് വരാമെന്ന് പറഞ്ഞായിരുന്നല്ലോ, സ്വരമോളെ കണ്ടില്ല, അതുകൊണ്ട് സ്വരമോളെ നോക്കിയതാണ്. കാണും അമ്മ ഏതായാലും ഇവിടെ ഇരിക്കുക, ഞാൻ കുറച്ച് വഴിപാടും കാര്യങ്ങളിലൊക്കെ ചെയ്തിട്ട് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പൂജ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ സ്വരമോളെ നോക്കി, ദൈവമേ, പാവം കൊച്ചിനെ കണ്ടില്ലല്ലോ. അങ്ങനെ സ്വരമോള് പെട്ടെന്ന് ടീച്ചറമ്മയും കണ്ടില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടന്നിങ്ങനെ പോകുന്ന സമയത്താണ് സുമിത്ര സ്വരമോളെ കാണുന്നത്. മോളെ സ്വരേ എന്നും പറഞ്ഞുകൊണ്ട് ഒച്ചத்தைയും കൊണ്ട് വിളിക്കുകയാണ്. അപ്പോൾ സ്വരമോൾ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ദേ നിൽക്കുന്നു തൻ്റെ ടീച്ചറമ്മ. അപ്പോൾ ടീച്ചറമ്മയെ കണ്ട സന്തോഷത്തിൽ ടീച്ചറമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് ഓടി ചെല്ലുകയാണ്. അതേപോലെ തന്നെ സുമിത്രയും അങ്ങോട്ട് ഓടി ചെല്ലുകയാണ്. അപ്പോൾ സുമിത്ര സ്വരമോളെ എടുത്തിട്ട്, ആഹാ, മോള് വന്നായിരുന്നോ? ഞാൻ ടീച്ചറമ്മയെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. ആ, മോളെ അന്വേഷിച്ച് ഞാൻ നടക്കുകയായിരുന്നു. ഞാൻ വിചാരിച്ച് മോള് വന്നിട്ടുണ്ടാവില്ലെന്ന്. എന്നെ കൊണ്ടുവരാനായിട്ട് അമ്മമ്മയ്ക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒരു കണക്കിന് ഞാൻ ഒരു വിധത്തിൽ സമ്മതിപ്പിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരികയായിരുന്നു. പിന്നെ അമ്മമ്മയുടെ കണ്ണ് വെട്ടിച്ചിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ആഹാ, കൊള്ളാലോ. ഇനി അമ്മമ്മ നോക്കുമ്പോൾ മോളെ കണ്ടില്ലെങ്കിൽ വഴക്ക് പറയില്ലേ? ആ, വഴക്ക് പറയും, അതുറപ്പുള്ള കാര്യം തന്നെയാണ്. അതൊക്കെ ഇരിക്കട്ടെ, എന്നാലും എനിക്ക് ടീച്ചറമ്മയെ കാണാനായിട്ട് പറ്റിയല്ലോ, അതുതന്നെയാണ് മഹാസന്തോഷം. പിന്നെ ടീച്ചറമ്മേ, ഒരു കാര്യം പറയാനുണ്ട്. എൻ്റെ മമ്മിയും ഡാഡിയും ഒക്കെ വന്നിട്ടുണ്ട്. ആഹാ, കൊള്ളാലോ. ഇപ്പോൾ സ്വരമോൾക്ക് സന്തോഷമായില്ലേ? പിന്നെ എനിക്ക് ഒത്തിരി സന്തോഷമായി. എൻ്റെ അച്ഛനെയും അമ്മയെയും ഒക്കെ കാണാനായിട്ട് പറ്റിയല്ലോ. എനിക്കതിൽ പരം സന്തോഷമുണ്ടോ? അപ്പോൾ ടീച്ചർ നമുക്ക് പരിചയപ്പെടുത്തി തരുമല്ലോ അല്ലേ? ആ, പിന്നല്ലാതെ.
ടീച്ചർ അമ്മയ്ക്ക് ഞാൻ എൻ്റെ മമ്മിയെയും ഡാഡിയെയും ഒക്കെ പരിചയപ്പെടുത്തി തരും. പക്ഷെ ഡാഡി അമ്പലത്തിൽ വന്നിട്ടില്ല കേട്ടോ, മമ്മി മാത്രമേ അമ്പലത്തിൽ വന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ വർത്തമാനമൊക്കെ പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അനന്യ നേരെ ഈ പ്രേമയുടെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ പ്രേമയാണെങ്കിൽ ഭയങ്കര പ്രാർത്ഥന. അപ്പോൾ പ്രേമയുടെ അടുത്ത് കുഞ്ഞിനെ കാണാനില്ല. നേരെ അനന്യ ചോദിക്കുകയാണ്, അമ്മേ കുഞ്ഞെവിടെ അമ്മ എന്ന് ചോദിക്കുകയാണ്. കുഞ്ഞോ? അപ്പം കുഞ്ഞ് നിൻ്റെ അടുത്തായിട്ട് വന്നില്ലേ? എന്താ അമ്മ ഈ പറയുന്നത്? കുഞ്ഞങ്ങനെ എൻ്റെ അടുത്ത് വരുന്നത്? ഞാൻ അമ്മയുടെ അടുത്ത് നിർത്തിയിട്ട് പോയതല്ലേ, എന്നിട്ടിപ്പോൾ കുഞ്ഞ് വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. അല്ല, എൻ്റെ കൈവിട്ടിട്ട് അവൾ പോയി, ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ വിചാരിച്ച് നിൻ്റെ അടുത്ത് വന്നിട്ടുണ്ടാവുമെന്ന്. ഞാൻ പ്രാർത്ഥിച്ച് നോക്കാൻ നേരത്ത് കുഞ്ഞിനെ കാണാനില്ല. പിന്നെ നിൻ്റെ അടുത്ത് വന്നാൽ പിന്നെ ഞാൻ അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ. എൻ്റെ അമ്മ കുഞ്ഞ് എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അമ്മക്കൊരു ശ്രദ്ധയില്ലേ? എൻ്റെ കുഞ്ഞിനെ നോക്കണമെന്നും പറഞ്ഞിട്ടല്ലേ ഞാൻ ഏൽപ്പിച്ചിട്ട് പോയത്. അല്ലെങ്കിലും എൻ്റെ കുഞ്ഞിനോട് നമുക്ക് യാതൊരു സ്നേഹമില്ലെന്ന് എനിക്ക് മനസ്സിലായി. നീ ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ആ കൊച്ച് അവിടെ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും. അമ്മേ സൂക്ഷിച്ച് സംസാരിക്കാനായിട്ട് നിൽക്കണം എന്നും പറഞ്ഞുകൊണ്ട് അനന്യയാണെങ്കിൽ ആകെ വെപ്രാളപ്പെട്ട് ഓടി പോവുകയാണ്. മോളെ അവിടെ നിൽക്ക്, എൻ്റെ കുഞ്ഞിനെ കാണാതെ എനിക്കിനൊരു മനസ്സമാധാനം ഉണ്ടാവില്ല. മോളെ സ്വരമോളെ എന്നും പറഞ്ഞുകൊണ്ട് ഒച്ചത്തി വിളിക്കുകയാണ്. സ്വരമോളെ അവിടെ ഇവിടെയൊക്കെ അന്വേഷിക്കുകയാണ്. പക്ഷേ സ്വരമോളെ കാണുന്നുമില്ല. അങ്ങനെ പ്രേമയും വരികയാണ്. കുഞ്ഞിനെ കണ്ടോ? ഇല്ല, കണ്ടില്ല. ദൈവമേ, പാവം കുഞ്ഞ് അവൾ എവിടെ പോയിട്ടുണ്ടാവും? അമ്മനോട് നോക്കാൻ പറയാൻ നോക്കത്തുമില്ല. അങ്ങനെ വീണ്ടും അവർ നോക്കാനായിട്ട് പോകാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സരസ്വതിയമ്മ വന്നത് ഈ അനന്യയുടെ കൈ കയറി പിടിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് അനന്യ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സരസ്വതിയമ്മ. അപ്പം സരസ്വതിയമ്മയെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും, അച്ഛമ്മേ, അനന്യേ, നീ അപ്പോൾ നാട്ടിലുണ്ടായിരുന്നല്ലേ? നീ വിദേശത്താണെന്നാണല്ലോ ഞാൻ കേട്ടത്. നീ എപ്പോൾ നാട്ടിലേക്ക് വന്നു മോളെ എന്ന് ചോദിക്കുകയാണ്. ഞാൻ വന്നിട്ട് കുറച്ച് ദിവസമായി എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ പ്രേമയ്ക്ക് സരസ്വതിയമ്മയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. മോളെ നീ വരുന്നുണ്ടോ? അമ്മയൊന്നും മിണ്ടാതിരിക്കുക. അപ്പോൾ സരസ്വതിയമ്മ എടുത്ത് വായിക്കുക നമ്മുടെ അനന്യയോട്, എന്നാലും ഈ അച്ഛമ്മ ജീവിച്ചിരിക്കുന്നുണ്ടോ മരിച്ചോ എന്നുപോലും നീ അന്വേഷിച്ചില്ലല്ലോ. അല്ല, അനിരുദ്ധ എവിടെ എന്ന് ചോദിക്കുകയാണ്. അപ്പം നമ്മുടെ അനന്യ പറയുന്നതിന് മുമ്പ് തന്നെ ഈ പ്രേമ ഇടയിൽ കയറിയിട്ട് അവനെക്കുറിച്ചൊന്നും ഞങ്ങൾക്കറിയില്ല. അവനെക്കുറിച്ച് എന്തിനാ ഞങ്ങളോട് ചോദിക്കുന്നേ? അവനും ഇവളും തമ്മിൽ ഇപ്പോൾ യാതൊരു ബന്ധവും ഇല്ല. ആ ഒരു ബന്ധം ഞങ്ങൾ ഉപേക്ഷിച്ച് കളഞ്ഞു. ഇനിയിപ്പോൾ അനിരുദ്ധിനെക്കുറിച്ച് എന്തെങ്കിലും അറിയണമെങ്കിലേ നിങ്ങൾ അങ്ങോട്ട് ചോദിക്കുക. അപ്പോൾ നമ്മുടെ അനന്യ, ഒന്നും മിണ്ടാതിരിക്കമ്മേ, നീ മിണ്ടല്ലേ, ഞാൻ പറഞ്ഞോളൂ ഇവരോട് മറുപടി. ഇവരോടൊക്കെ ഇങ്ങനെ സംസാരിച്ചിരുന്നിട്ട് എന്താണ് കാര്യം? നമ്മൾ പറഞ്ഞല്ലോ അവൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ലെന്ന്. എന്നാലും അനന്യെ, നിനക്ക് ഈ അച്ഛമ്മയെയും ഒന്നൊക്കെ കാണാൻ വരായിരുന്നു, എന്നിട്ട് നീ കാണാൻ വന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ സുമിത്രയുടെ കാര്യം ഇങ്ങനെ പറയാനായിട്ട് തുടങ്ങുകയാണ്. പക്ഷേ ഈ പ്രേമയാണെങ്കിൽ അതൊന്നും പറയാനായിട്ട് സമ്മതിക്കുന്നുമില്ല. അതിൻ്റെ ഇടയ്ക്ക് സ്വരമോളെ കാണാനില്ലല്ലോ, അതിൻ്റെ വെപ്രാളത്തിൽ നടക്കുകയാണ്. അപ്പോൾ ഈ അനന്യാണെങ്കിൽ അച്ഛമ്മയെ നമുക്ക് പിന്നെ കാണാം, അച്ഛമ്മേൻ്റെ മോളെ കാണാനില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇവരവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ഈ പ്രേമയാണെങ്കിൽ അനന്യയുടെ കൈയും വലിച്ചഴച്ചുകൊണ്ട് പോവുകയാണ്. നീ ഇനി കൂടുതൽ അവരോട് സംസാരിക്കാനായിട്ട് നിൽക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് വലിച്ചഴച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ സരസ്വതിയമ്മയ്ക്ക് ആകെ വല്ലാത്തൊരവസ്ഥയായി. ഏതായാലും അനന്യയെ കണ്ട കാര്യം സുമിത്രയോട് പറയണം, അവളിവിടെ തന്നെ ഉണ്ടല്ലോ, അവളിലേക്കൊരു ഹുങ്ക് കണ്ടില്ലേ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ നമ്മുടെ സ്വരമോളെ ഭയങ്കരയേറെ താലോലിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് സ്വരമോളാണെങ്കിൽ, അതെ ടീച്ചറമ്മേ, ഞാനേതായാലും പോട്ടെ, അല്ലെങ്കിലേ എൻ്റെ അമ്മയും അതേപോലെ തന്നെ അമ്മമ്മയും കൂടി എന്നെ അന്വേഷിക്കുന്നുണ്ടാവും. പിന്നെ അമ്മമ്മയുടെ നല്ല പിണക്കം കിട്ടുമെന്ന് ഉറപ്പാണ്. അപ്പോൾ എനിക്ക് മോളുടെ അമ്മയെ കാണിച്ചു തരുന്നില്ലേ? ഇപ്പം ഏതായാലും വേണ്ട ടീച്ചറമ്മേ, എൻ്റെ അമ്മയെയും അതേപോലെ തന്നെ അച്ഛനെയും ഒരുമിച്ച് കാണിച്ചു തരാം, അതല്ലേ സന്തോഷം. അപ്പോൾ കൊച്ചിങ്ങനെ മനസ്സ് ചിന്തിക്കുകയാണ്. ഇപ്പോൾ ടീച്ചറമ്മയും കൊണ്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അമ്മമ്മ ചീത്ത പറയും. വേണ്ട, പാവം ടീച്ചറമ്മ, എന്തിനാണ് ചുമ്മാ വഴക്ക് കേൾപ്പിക്കുന്നത്? ടീച്ചറമ്മയെ പിന്നൊരു ദിവസം എൻ്റെ മമ്മിയെ കാണിച്ചു തരാം, മമ്മിയെയും ഡാഡിയും ഒക്കെ കാണിച്ചു തരാം. ഇപ്പം ഏതായാലും വേണ്ട. ഏതായാലും ഞാൻ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ അമ്മമ്മയുടെ കയ്യിൽ നല്ല വഴക്ക് കേൾക്കും. ആഹാ, അപ്പം മോൾക്ക് വഴക്ക് കേൾക്കുന്ന ഉറപ്പാണല്ലേ? പിന്നല്ലാതെ വഴക്ക് കേൾക്കുന്ന 100% ഉറപ്പാ. അതുകൊണ്ട് ടീച്ചറമ്മേ, ഞാൻ പൊയ്ക്കോട്ടെ? എന്താ, ഞാനും കൂടി വരണോ? വേണ്ട, ടീച്ചറമ്മ വരണ്ട. ടീച്ചറമ്മ വന്നു കഴിഞ്ഞാൽ പണി പാളും. ടീച്ചറമ്മക്കും കൂടി വഴക്ക് കേൾക്കും. എൻ്റെ അമ്മമ്മ ശരിയല്ല, എൻ്റെ അമ്മമ്മേ ഭയങ്കര സാധന, അതുകൊണ്ട് ഞാൻ മാത്രം വഴക്ക് കേട്ടോളാം. അപ്പം മോൾക്ക് വഴക്ക് കേൾക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലേ? എനിക്ക് വഴക്ക് കേൾക്കുന്നത് കൊണ്ട് യാതൊരു കുഴപ്പമില്ല ടീച്ചറമ്മേ. ടീച്ചറമ്മക്ക് വഴക്ക് കേൾക്കാതിരുന്നാൽ മതി. ഇപ്പം ഞാൻ പൊയ്ക്കോട്ടെ? ശരി, മോൾ പൊയ്ക്കോ എന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചിനെ പറഞ്ഞു വിടുകയാണ്. അപ്പോൾ
ഈ സമയം തന്നെ നമ്മുടെ അനന്യയും അതേപോലെ തന്നെ പ്രേമയും കൂടി ആകെ ആദ്യ പിടിച്ച് ഓടി നടക്കുകയാണ്, മോളെ മോളെ എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ ദേ നിൽക്കുന്നു നമ്മുടെ സ്വരമോൾ. അപ്പോൾ സ്വരമോളെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അനന്യയ്ക്ക് ഭയങ്കര ഒരു സന്തോഷം. മോളെ എന്നും പറഞ്ഞുകൊണ്ട് ഓടി ചെന്നിട്ട് കൊച്ചിനെ വാരി എടുത്തിട്ട് കുറേ ഉമ്മ കൊടുക്കണം. മോളെ നീ എവിടെയായിരുന്നു? എന്താ മമ്മി, എന്താ പറ്റിയത്? മോളെ എന്താ പറ്റിയതെന്നോ? മോളെവിടെ പോയതായിരുന്നു? മമ്മി എത്രമാത്രം സങ്കടപ്പെട്ടെന്നറിയാവോ? മോള് കൊച്ചു കുഞ്ഞല്ലേ. അപ്പം ഇത് കേട്ട പ്രേമയാണെങ്കിൽ നീ എവിടെ പോയതായിരുന്നടി? അമ്മേ ഒന്നും മിണ്ടാതിരിക്കാമേ. കൊച്ചു കുഞ്ഞിനോട് ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. ഇതിനൊക്കെ ഇങ്ങനെയല്ല ചോദ്യം ചെയ്യേണ്ടത്, നല്ല അടി കൊടുത്ത് ചോദ്യം ചെയ്യേണ്ട ആവശ്യമുണ്ട്. മോളെ നീ എവിടെ പോയതാണ്? അപ്പോൾ കൊച്ചിങ്ങനെ മനസ്സ് ചിന്തിക്കുകയാണ്, വേണ്ട ടീച്ചർ അമ്മയുടെ കാര്യം ഇപ്പം പറയണ്ട, ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ പാവൻ ടീച്ചർ അമ്മയെയും വഴക്ക് പറയും. അമ്മേ അത് പിന്നെ ഞാൻ എൻ്റെ ക്ലാസ്മേറ്റിനെ കണ്ടായിരുന്നു. ഇവിടെ വൈഗ എന്ന് പറഞ്ഞ കൊച്ച് അമ്പലത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൈഗയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വൈഗയോടൊപ്പം പോയതാ. നിങ്ങൾ ഇത്ര സങ്കടപ്പെടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അപ്പോൾ പ്രേമ വീണ്ടും, എടി അനന്യെ ഇങ്ങനെയൊന്നും അല്ല ഈ കുരുത്തം കിട്ട കൊച്ചിനോട് ചോദിക്കേണ്ടത്, നല്ല അടി വെച്ച് കൊടുക്കണം, എന്നിട്ട് വേണം. എത്ര ആശയം എന്നെ പറ്റിച്ചിട്ടുണ്ടെന്നറിയാമോ ഇവള് എന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചിനോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ അനന്യയ്ക്കാണെങ്കിൽ അത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. മോളെ ഇനി ഇങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ. മമ്മി എത്രമാത്രം സങ്കടപ്പെട്ടെന്നറിയാമോ? ഇനി ഇങ്ങനെയൊന്നും ചെയ്യാൻ ഇടവരരുത്. ഇല്ല മമ്മി, ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യില്ല. എന്താ സന്തോഷമായില്ലേ? സന്തോഷമായി മോളെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ അവിടെ നിന്ന് പോവുകയാണ്. അവരിവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സുമിത്രയാണെങ്കിൽ ആകെ സന്തോഷത്തോടെ നിൽക്കുകയാണ്. അപ്പോൾ പൂജ അങ്ങോട്ട് വരികയാണ്. അപ്പോൾ പൂജ ഈ സരസ്വതിയമ്മയും പിടിച്ചുകൊണ്ടാണ് വരുന്നത്. കാരണം സരസ്വതിയമ്മയും കാണാനുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ സരസ്വതിയമ്മയും പിടിച്ചുകൊണ്ട് വന്നിട്ട് ദേ ആളെ പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഞാൻ നോക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയായിരുന്നു. അപ്പോൾ സരസ്വതിയമ്മയാണെങ്കിൽ ഞാൻ അലഞ്ഞു തിരിഞ്ഞ് നടന്നതൊന്നല്ല, ഞാനേ ഇങ്ങോട്ട് നിന്നെ തേടി വരികയായിരുന്നു. അപ്പോഴാണ് ഒരു കൊച്ചു വന്ന് എന്നെ ഇടിച്ചത്. എൻ്റെ ദൈവമേ, ഒരു കാന്താരി കൊച്ച്. ഞാൻ ആ കൊച്ചിനെ ഇടിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മമ്മയ്ക്ക് കണ്ണില്ല, അതാണ് ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് ആ കൊച്ചിനെ വീണ്ടും ഇടിക്കാൻ വന്ന സുമിത്രേ. ഞാനാണെങ്കിൽ ജീവനും കൊണ്ട് രക്ഷപ്പെടുകയായിരുന്നു. ഇത് കേട്ട സുമിത്രയ്ക്ക് ചിരി സഹിക്കാൻ വയ്യ. അതേപോലെ തന്നെ പൂജയ്ക്കും ചിരി സഹിക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ സുമിത്രയാണെങ്കിൽ അപ്പം അത് സ്വരമോള് തന്നെയായിരിക്കും. സ്വരമോളാ? അതെ. അപ്പോൾ അമ്മയെ കാണാൻ വേണ്ടി സ്വരമോൾ വന്നോ? പിന്നെ ഇത്ര നേരം വരെ സ്വരമോൾ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങോട്ട് പോയതേ ഉള്ളൂ. അപ്പോൾ സ്വരമോൾ തന്നെയായിരിക്കും. ദേ അച്ഛമ്മേ, ഇനി അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകാൻ നിൽക്കരുത്. അമ്മയ്ക്ക് ഇവിടെ അടുത്ത് അടങ്ങിയിരുന്നാൽ പോരായിരുന്നോ? എന്തിനാ അലഞ്ഞിരുന്ന് നടക്കുന്നത്? ഇല്ല സുമിത്രേ, ഞാൻ പറഞ്ഞില്ലേ, നിന്നെ തേടി ഞാൻ ഒരു കാര്യം കണ്ടിട്ട് ഓടി വരികയായിരുന്നു. എന്ത് കാര്യം? അതെ, ഈ അമ്പലത്തിൽ അനന്യ വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ അനന്യയും കണ്ടതാണ്. അനന്യയോ എന്ന് സുമിത്ര ചോദിക്കുകയാണ്. അതെ, അനന്യയെ തന്നെ. അവളുടെ കൂടെ അവളുടെ അമ്മയോ ഉണ്ടായിരുന്നു. ഞാൻ അവളെ പിടിച്ചു നിർത്തി കുറേ കാര്യങ്ങളെല്ലാം ചോദിച്ചു. അപ്പോൾ സരസ്വതി അമ്മ ഉണ്ടായ കാര്യങ്ങളെല്ലാം പറയുകയാണ്. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അമ്മ എവിടെ വെച്ചാണ് അനന്യയെ കണ്ടത്? ആ കിഴക്കേ നടയിൽ വെച്ചാണ് ഞാൻ അനന്യയെ കണ്ടത്. എനിക്ക് അവളെ കാണണം. സുമിത്രേ, നീ അവളെ കാണാതിരിക്കുന്നതായിരിക്കും നല്ലത്. അവളാകെ മാറിപ്പോയി. പിന്നെ ആ പ്രേമയുടെ വർത്തമാനം കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ അവൾ അതേപോലെയാണ് സംസാരിച്ചത്. നീ എത്രയൊക്കെ കാണാലും കേട്ടാലും ഒക്കെ സംസാരിച്ചാലും ഏതായാലും അനന്യയെ നിൻ്റെ അടുത്ത് അടുപ്പിക്കാനായിട്ട് പോകുന്നേയില്ല. അതുകൊണ്ട് നിനക്കൊന്നും അറിയാനും പറ്റില്ല. എന്നാലും അമ്മേ, എനിക്ക് അനന്യയെ കണ്ടേ മതിയാവുള്ളൂ. എനിക്ക് അനിതിൻ്റെ കാര്യം അറിയണം. എനിക്ക് അനിത് എവിടെയാണെന്ന് എനിക്ക് മനസ്സിലാക്കണം. അതിനുവേണ്ടി എനിക്ക് അനന്യയെ കാണണമെന്നും പറയാണ്. അപ്പോൾ പൂജയ്ക്കാണെങ്കിൽ ആകെ സങ്കടം തോന്നിക്കണം. അമ്മ ടെൻഷൻ ആവല്ലേ, നമുക്ക് ഏതായാലും ചേച്ചിയെ കണ്ടെത്താം, ബാ അമ്മ വന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടി നേരെ പോവുകയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ചുറ്റുപാട് ഇങ്ങനെ നോക്കിയാണ്. അപ്പോൾ സരസ്വതിയമ്മയാണെങ്കിൽ ഞാനിവിടെ തന്നെ ഇരിക്കാം എന്നും പറഞ്ഞുകൊണ്ട് അവിടെ തന്നെ കുത്തി അങ്ങോട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മുടെ അനന്യയോട് പ്രേമ പറയുകയാണ്, നമുക്ക് ഏതായാലും ഒന്നും കൂടി കുറച്ച് വഴിപാടുകളെല്ലാം കഴിക്കാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആ തിരുനടയിലേക്ക് പോവുകയാണ്. അപ്പോൾ സുമിത്രയാണെങ്കിലും പൂജയാണെങ്കിലും ചുറ്റുപാട് അന്വേഷിക്കണം. ദൈവം അവർ പോയിട്ടുണ്ടാവോ, എങ്ങും കാണുന്നില്ല മോളെ, നമുക്ക് തിരുനടയിലും കൂടി അന്വേഷിക്കാം. അപ്പോൾ ആ തിരുനടയിലേക്ക് സുമിത്ര വരുന്ന ആ സമയം കൊണ്ട് തന്നെ അനന്യയും കൊച്ചും അതേപോലെ തന്നെ പ്രേമയും കൂടി അവിടെ നിന്ന് സ്ഥലം വിടുകയാണ്. അപ്പോൾ ഇവർക്കാണെങ്കിൽ ഭയങ്കര ഒരു സങ്കടം, എത്ര നോക്കിയിട്ട് കാണുമില്ലല്ലോ, ആകെ വിഷമിച്ച് നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രഞ്ജിതയാണ്. അപ്പോൾ രഞ്ജിതയുടെ ഭർത്താവിനെ വിളിച്ചിട്ട് പറയുകയാണ്, ഏതായാലേ ആ വിശ്വത്തിനെ വിളിക്കുക, അതായത് ആൻറ്റതിൻ്റെ അമ്മായിയച്ഛനെ വിളിച്ചിട്ട് കാര്യങ്ങളെല്ലാം സംസാരിക്കണം. ഞാനേതെല്ലാം സംസാരിച്ചാൽ ശരിയാവില്ല, ഒരാളെ സംസാരിക്കുന്നതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞിട്ട് ഫോൺ അങ്ങോട്ട് കയ്യിൽ കൊടുക്കുകയാണ് ഈ രഞ്ജിതയുടെ ഭർത്താവിൻ്റെ കയ്യിലേക്ക്. അപ്പോൾ രഞ്ജിതയുടെ ഭർത്താവ് ഇങ്ങനെ മനസ്സ് ചിന്തിക്കണോ, ഇപ്പോഴെങ്കിലും നീ എന്നെ ആണായിട്ട് അംഗീകരിച്ചല്ലോ, അതന്നെ മഹാഭാഗ്യം, ഏതായാലും നിങ്ങൾ വിളിക്കുക. അങ്ങനെ വിളിക്കുകയാണ്. അപ്പോൾ അൻ്റെതും വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് വിശ്വത്തിൻ്റെ ഫോണിലേക്ക് കോള് വരുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആരാ എന്താ, ഞാനേ
ഇന്നാളാണെന്ന് പറയാണ്. ഇന്നാളോ? ഏതാള് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും, അതായത് ഞാൻ രോഹിത്തില്ലേ, സുമിത്രയുടെ ഭർത്താവ് രോഹിത്തിൻ്റെ പെങ്ങക്കടെ ഭർത്താവാണ്. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വിശ്വനാണെങ്കിൽ ആകെ വിറച്ചിങ്ങ് നിൽക്കുകയാണ്. അവിടെ അനിരുദ്ധുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇവിടെ ആരുമില്ലല്ലോ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും, അങ്ങനെയല്ലല്ലോ ഞങ്ങൾ അറിഞ്ഞത്, അനിരുദ്ധ നാട്ടിൽ വന്നിട്ടുണ്ടെന്നാണല്ലോ അറിഞ്ഞത്. അപ്പോൾ ഹലോ, കേൾക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. പക്ഷെ അനിരുദ്ധ അവിടെ അടുത്തിരിക്കുന്നത് കൊണ്ട് വിശ്വത്തിനൊന്നും പറയാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ വിശ്വം പുറത്തേക്ക് ഇറങ്ങിയിട്ട്, ഇവിടെ അനിരുദ്ധവും ഇല്ല, ആരുമില്ല, ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു വിവരവും ഇല്ല. എന്നാലേ അവൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സ്പീക്കർ ഫോണിട്ടാണ് പറയുന്നത്. അപ്പോൾ രഞ്ജിത ഇത് കേൾക്കുന്നതാണ്. അപ്പോൾ രഞ്ജിത കേട്ട് കഴിഞ്ഞപ്പോഴേക്കും, അങ്ങനെയല്ലല്ലോ സാധാരണ രീതിയിൽ. അപ്പോൾ നമ്മളോട് ദീപ് പറഞ്ഞത് മുഴുവനും പച്ച കള്ളമായിരിക്കും എന്നും വിചാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് രഞ്ജിത. അല്ല, അനിരുദ്ധ വിദേശത്തല്ലേ, അവനെല്ലാം ഉപേക്ഷിച്ച് പോയിരിക്കുകയല്ലേ, അവനെക്കുറിച്ച് ഞങ്ങൾക്ക് യാതൊരു വിവരവും ഇല്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.